ഇന്ത്യ രാജ്യത്ത് ഫാസിസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയിലാണ് കേരളം ഭരിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖമായ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് ഇന്ന് ഏറെ എല്ലാവർക്കും അറിയാം. ഫാസിസം ഇപ്പോഴും വന്നിട്ടില്ല, നവഫാസിസം മാത്രമാണ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത് എന്ന് CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അവർക്ക് ഈ സംസ്ഥാനത്തെ മുഴുവനായും BJP-ക്ക് തീരെഴുതി കൊടുക്കാൻ മാത്രമുള്ള ഹിഡൻ അജണ്ടയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ ഒരു MLA പോലും ഇല്ലാതെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി BJP മാറി എന്നുള്ളതിൻ്റെ നിരവധി സൂചനകളാണ് നമുക്കിടയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. കേരളം പോലെയുള്ള സാംസ്കാരിക സമ്പന്നമായ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എന്നും നോ പറഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനത്തേക്ക് ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറിയ ചെറിയ കൈവഴികളിലൂടെ കൊണ്ടുവന്ന് കേരളമെന്ന ഈ മഹാസമുദ്രത്തിലേക്ക് കടത്തിവിടാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ എടുത്തുകൊണ്ടാണ് ഈ പിണറായി സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ അടുത്ത് നിങ്ങൾ കണ്ടത് മുഴുവൻ. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഒരു സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നതിൻ്റെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. ശബരിമല പോലെ പരിപാവനമായ ഒരു പ്രദേശത്ത് ഹൈന്ദവ വിശ്വാസികൾ നോമ്പ് നോറ്റ് വലിയ രീതിയിൽ ത്യാഗം ചെയ്ത്, ഞാനൊക്കെ ഇടയ്ക്കര എൻ്റെ നാട്ടിലൂടെ കണ്ടിട്ടുണ്ട്, ആന്ധ്രയിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെയുള്ള മനുഷ്യർ നഗ്നപാതരായി നടന്നു പോകുന്ന കാഴ്ചകൾ, നമ്മുടെയൊക്കെ പള്ളിയുടെ ഓരങ്ങളിൽ ആ അയ്യപ്പ ഭക്തന്മാർ കിടന്നുറങ്ങിയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ വലിയ ത്യാഗം ചെയ്തുകൊണ്ട് അയ്യനെ ദർശിക്കാൻ വേണ്ടി ശബരിമലയിലേക്ക് 18-ാം പടിയും ചവിട്ടി കയറിപ്പോകുന്ന അത്രമേൽ പരിശുദ്ധിയോടുകൂടി കാണുന്ന ആ ശബരിമലയിൽ അയ്യപ്പന്റെ പേരിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ, ആ അയ്യപ്പ സംഗമം നടത്തിയതിനെതിരെയല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ അയ്യപ്പ സംഗമത്തിലേക്ക് ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ, ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ വംശീയവാദിയായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ക്ഷണിക്കാൻ അത്രമേൽ രാഷ്ട്രീയ പാപ്പരത്വം കാണിച്ച, വർഗീയതക്ക് വളം വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിലപാടെടുത്ത കേരള ഗവൺമെന്റിനെയും CPM-നെയും മനസ്സിലാക്കാൻ ഈ നാട് മറന്നു പോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എന്തുകൊണ്ടോ യോഗി ആദിത്യനാഥ് വന്നില്ല? പകരം കേരളത്തിന്റെ ദേവസ്വം ചുമതലയുള്ള മന്ത്രി VN വാസവൻ അവിടെ അദ്ദേഹത്തിന്റെ ആശംസ വായിക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കണം, ഏതർത്ഥത്തിലേക്കാണ് കേരളം പോലെ ഒരു നാട്ടിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ നാട്ടിലേക്ക് ഹിന്ദുത്വ ഫാസിസ്റ്റ് ഗവൺമെന്റുകളുടെ നയങ്ങളെയും നിലപാടുകളെയും സ്വീകരിച്ചുകൊണ്ട് അവിടെ വന്നിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളായ ആളുകൾക്കിടയിലേക്ക് ഹൈന്ദവതയും ഹിന്ദുത്വയും രണ്ടും രണ്ടാണെന്ന് പറയേണ്ടതിന് പകരം ഹൈന്ദവതയും ഹിന്ദുത്വയും ഒന്നാണെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ യോഗി ആദിത്യനാഥിന്റെ ആശംസ അവിടെ വായിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാതിരിക്കാം, പക്ഷേ ഇത്ര പരിപാവനമായ ഈ ഒരു സംവിധാനത്തിൽ BJP-യുടെ ഏറ്റവും മോശപ്പെട്ട, BJP-ക്ക് വേണ്ടി ഈ നാട്ടിലെ മനുഷ്യരെ മുഴുവനും കുരുതി കൊടുക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതിനുപോലും മടിക്കാത്തൊരു മുഖ്യമന്ത്രിയെ ആനയിച്ചു കൊണ്ടുവരുന്നതിന് സമാനമായ ഒരു പ്രവൃത്തിയെ കേരളം അത് അതിശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. അതിനൊരു തർക്കവുമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോഴിതാ SIR എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നമ്മുടെ എല്ലാവരുടെയും വോട്ടർ പട്ടിക മരവിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ഗവൺമെന്റിന് ആർജവത്തോടുകൂടി സംസാരിക്കാൻ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. പറയുമ്പോൾ പറയും, ഈ നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയില്ലേ എന്ന് പറയും. ആ പ്രമേയം പാസാക്കി മാത്രം ഇരുന്നാൽ മതിയോ? ഓൾ പാർട്ടി മീറ്റിംഗ് കേരളത്തിലുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചപ്പോൾ
എല്ലാ പാർട്ടികളും എതിർത്തിട്ടുണ്ട്, BJP ഒഴികെ. വിവിധ സ്ഥലങ്ങളിൽ അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞതുപോലെ പൗരത്വ രജിസ്റ്റർ അല്ലെങ്കിൽ NRC CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും പറഞ്ഞപ്പോ അതിന്റെ കൂടെ കേരളത്തിലെ ജനങ്ങൾ നിന്നിട്ടുണ്ട്? എന്തുകൊണ്ട് കേരളത്തിൽ SIR നടപ്പിലാകില്ല എന്ന് പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല? ഒരു പ്രമേയം പാസാക്കി മിണ്ടാതിരുന്നാൽ മതിയോ? കേരളത്തിലെ BLOമാരായിട്ടുള്ള ആളുകളെ ഈ ഗവൺമെന്റ് നൽകില്ല എന്ന് തീരുമാനിച്ചാൽ, ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ അതിന് നൽകില്ല എന്ന് തീരുമാനിച്ചാൽ, ഇവിടുത്തെ സർക്കാർ മെഷീനറി SIR ഞങ്ങൾ വിട്ടു നൽകില്ല എന്ന് തീരുമാനിച്ചാൽ ഈ നാട്ടിൽ SIR നടപ്പിലാകുമോ? അതല്ല എങ്കിൽ SIR നിർബന്ധമാണെങ്കിൽ കേരള ഗവൺമെന്റ് ഒരു മാതൃക ഉണ്ടാക്കണം. ആ മാതൃക ഉണ്ടാക്കിയിട്ട് SIR നടപ്പിലാക്കണം. 2002 എന്ന് പറയുന്ന വർഷത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 23 വർഷം മുൻപുള്ള ഒരു വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ നാട്ടിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്തിയാൽ എത്രമാത്രം ബുദ്ധിമുട്ട് ഇവിടുത്തെ മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരും? അവർ എത്ര കണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ക്യൂ നിൽക്കേണ്ടി വരും? എത്ര കണ്ട് വലിയ പ്രതിസന്ധി നാട്ടിൽ അതുണ്ടാക്കും? എത്ര മനുഷ്യർക്ക് അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും? ഇതൊക്കെ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കെ ഈ 2024 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഒരു വോട്ടർ പട്ടികയുണ്ട്. ആ വോട്ടർ പട്ടിക അടിസ്ഥാന മാനദണ്ഡമാക്കണം ഈ ഗവൺമെന്റിന് പറയാം. അതുപോലെ തന്നെ 12 രേഖകൾ ഹാജരാക്കണമെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കിയാൽ അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താം ഈ ഗവൺമെന്റിന് പറയാം. അതല്ലാത്തൊരു SIRമായി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഹിഡൻ അജണ്ടയുള്ള SIRമായി കേരളത്തിലേക്ക് വരണ്ട എന്ന് പറയാനുള്ള ഞെട്ടലും ആർജവവും പിണറായി വിജയൻ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്. അത് ചോദിക്കുവാൻ മുസ്ലിം ലീഗിന് ആർജവമുണ്ട്, ഞെട്ടലുണ്ട്. കാരണം ഞങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഈ SIR ഉൾപ്പെടെയുള്ള അവരുടെ മുൻകാല അജണ്ടയുണ്ട്. അത് പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ടതാണ്, അത് CAA NRCയുമായി ബന്ധപ്പെട്ടതാണ്. അതിനെതിരെ ആർജവത്തോടുകൂടി സംസാരിച്ച, പാർലമെന്റിനകത്ത് സംസാരിച്ച, പുറത്ത് സമരം ചെയ്ത, ഇന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ പൗരത്വ രേഖക്കെതിരെ ഒരു കേസ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. ആ കേസ് നടത്തുന്ന പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ആർജവമുണ്ട്, ഞങ്ങളത് പറയുന്നു. നിങ്ങൾക്കത് പറയാൻ ധൈര്യമുണ്ടോ? അങ്ങനെ നിങ്ങൾ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടി ഈ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കാം, മുസ്ലിം യൂത്ത് ലീഗ് ഈ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കാം. ആ അർത്ഥത്തിൽ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പൗരത്വ രേഖ നിർണ്ണയിക്കാനുള്ള അധികാരമൊന്നും മുഖ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇലക്ഷൻ നടത്താനുള്ള അധികാരമാണുള്ളത്. അതിന്റെ കാര്യങ്ങളിലേക്കാണ് അവർ ഇടപെടേണ്ടത്. അതിന് പകരമായി 12 രേഖകൾ പറഞ്ഞുകൊണ്ട് ഈ രേഖകൾ കൊണ്ടുവരണം, ജനറൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം, ഉപ്പയുടേത്, ഉമ്മയുടേത്, അച്ഛൻ്റേത്, അമ്മയുടേത്, അവരുടെ ജനറൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അതിന് 1987 മുതൽ വിവിധങ്ങളായിട്ടുള്ള ഇയറുകൾ സ്ലാബ് വെച്ചുകൊണ്ട് അങ്ങനെ പറയാനുള്ള അധികാരമൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ SIRനെതിരെ കേസ് നടക്കുന്നുണ്ട്. കേസ് എന്താണെന്ന് അറിയാമോ? ആഭ്യന്തര വകുപ്പിന് മാത്രമേ പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ NRCയുമായി ബന്ധപ്പെട്ട്, CAയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാനുള്ള അധികാരം ഇന്ത്യയിലുള്ളൂ. അത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അത് എങ്ങനെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുക എന്നുള്ള ചോദ്യം ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ആവശ്യം ആസാമിലേതുപോലെ നിരവധിയായ ഡൗട്ട്ഫുൾ വോട്ടർമാരെ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. ബീഹാറിൽ നടപ്പിലാക്കിയതുപോലെ 65 ലക്ഷത്തിൽ പരം മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യണം, പുറത്താക്കണം. അങ്ങനെ ഈ രാജ്യത്ത് ഇല്ലീഗൽ മൈഗ്രൻസ് ഉണ്ട്, അനധികൃത കുടിയേറ്റക്കാർ കോടിക്കണക്കിന് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കണം. അതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് 12 സംസ്ഥാനങ്ങൾ അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കില്ല എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. എന്തുകൊണ്ട് BJPയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. മണ്ണിന്റെ മക്കൾ വാദമുന്നയിക്കുന്ന മറാഠ പൊളിറ്റിക്സിന് വലിയ സ്വാധീനമുള്ള മഹാരാഷ്ട്രയിലേക്ക് ഈ കേസുമായി പോയാൽ അവിടുത്തെ ജനങ്ങൾ ഇളകും, ഒരു സംശയം അക്കാര്യത്തിലില്ല. അതുകൊണ്ട് പ്രശ്നസങ്കീർണമായ സ്ഥലങ്ങളിൽ നിന്നും പതുക്കെ വിഡ്രോ ചെയ്യുന്നു.
പിന്നെയോ പിണറായി വിജയനുമായി ഉണ്ടാക്കിയ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായി കേരളത്തിൽ SIR നടപ്പിലാക്കുകയാണ്. പിണറായി വിജയൻ ബഹ്റൈനിൽ പോകാൻ, കുവൈറ്റിൽ പോകാൻ, UAE പോകാൻ, സൗദി അറേബ്യയിൽ പോകാൻ അനുമതിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചു. അനുമതി നൽകിയില്ല. അദ്ദേഹത്തിന്റെ വിദേശ പര്യടനത്തിന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അനുമതി നിഷേധിച്ചു. എന്നിട്ടോ ആ അനുമതി പിന്നീട് ലഭിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലേക്ക് സന്ദർശനം നടത്തി. ഒരേ ദിവസം ഇന്ത്യയുടെ പ്രമുഖരായ 4 ക്യാബിനറ്റ് മന്ത്രിമാരെ പിണറായി വിജയൻ കണ്ടു. നിങ്ങൾ ഓർത്തു നോക്കണം, ഒരു ദിവസം ഡൽഹിയിലെത്തിയിട്ട് അമിത്ഷായെ കാണുന്നു, നദ്ദയെ കാണുന്നു, അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിയെ കാണുന്നു, നിർമ്മല സീതാരാമനെ കാണുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയ സ്വീകരണം നൽകിയത് BJPയുടെ മന്ത്രിമാർ. അവിടെ ഇരുന്നു കൊണ്ട് ഇവർ തമ്മിൽ ഡീൽ ഉണ്ടാക്കുകയാണ്. SIR നടപ്പിലാക്കാനുള്ള ഡീൽ, PMC നടപ്പിലാക്കാനുള്ള ഡീൽ, അങ്ങനെ പലതരത്തിലുള്ള ഇവരുടെ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഡീൽ ഉറപ്പിച്ചിട്ടാണ് പിണറായി വിജയന് ബഹ്റൈനിൽ പോകാൻ, ഖത്തറിൽ പോകാൻ, അതുപോലെ തന്നെ മറ്റു ഗൾഫ് നാടുകളിൽ പര്യടനത്തിന് പോകാൻ ഈ ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയത്. അതിന് ഈ നാട്ടിലെ മനുഷ്യരെ വിൽക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ MLA മാരില്ലാതെ BJP ഭരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന് പറയുന്നത്. ശബരിമലയിൽ പോലീസിനെ നിയന്ത്രിക്കുന്നത് വത്സൻ തില്ലങ്കേരിയാണ്. കേരളത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത് CPM-കാരല്ല, BJP-ക്കാരാണ്. ആ അർത്ഥത്തിലാണ് ഈ കാര്യങ്ങളുടെ പോക്ക്. അങ്ങനെ CPM-ന് അതിന് പാരിതോഷികമായി അവർ വീണ്ടും ഭരണം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള BJP-യുടെ അജണ്ടക്ക് ഒരു സംസ്ഥാനത്തു നിന്ന് UDF-നെ കോൺഗ്രസിനെ മാറ്റി നിർത്താൻ അതിനനുസരിച്ചുള്ള പ്ലാനും പദ്ധതികളുമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഏതൊക്കെ വിധത്തിൽ വർഗീയമായ പരാമർശങ്ങൾ ഈ നാട്ടിൽ നടത്തിയാലും അതിന്റെ ഗുണഭോക്താവായി CPM വരികയാണ്. ഇമ്മീഡിയറ്റ് ഗുണഭോക്താവ് CPM-കാരാണ്. കാസ എന്ത് പറഞ്ഞാലും അത് മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ അവിടെ അതിന്റെ ഇമ്മീഡിയറ്റ് ഗുണഭോക്താവായി വരുന്നത് CPM-ആണ്. ഈ രാജ്യത്തെ മൈനോറിറ്റിക്കിടയിൽ അതുമല്ലെങ്കിൽ ഈ രാജ്യത്തെ മെജോറിറ്റിക്കിടയിൽ ഏത് വിധത്തിലുള്ള സാമൂഹികപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായാലും അതിന്റെ ഇമ്മീഡിയറ്റ് ബെനഫിഷ്യറി CPM-ആണ്. ലോങ് ടേമിൽ അത് BJP-ക്ക് ഗുണം ചെയ്യുമെന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. ലോങ് ടേമിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നടത്തി, പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് വരുന്നത് BJP അനുകൂലമായിട്ടുള്ള ഒരു സന്ദേശം, ഒരു പ്രചരണം ഇവിടുത്തെ ജനങ്ങളുടെ മനുഷ്യർക്കിടയിലേക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഗ്രാജുവലി ഇവഞ്ച്വലി BJP-യുടെ വളർച്ച വാർഡുകളിൽ, ബൂത്തുകളിൽ, പഞ്ചായത്തുകളിൽ വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടുണ്ടാകുന്നു? എല്ലായിടത്തും BJP-ക്കാർ വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചത് കൊണ്ടല്ല. CPM-ന്റെയും BJP-യുടെയും സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി, പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഈ നാട്ടിലുണ്ടാകുന്ന സാമൂഹിക ധ്രുവീകരണം അത് BJP-ക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിശക്തമായി CPM വിരുദ്ധമായ, BJP വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ CPM-ന് അനുകൂലമായി ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അവർ പറയുന്നത് എന്താണ്? പിണറായി വിജയൻ ശക്തമായി പറയുന്നില്ലേ, പിണറായി വിജയൻ ശക്തമായി നിലപാടെടുക്കുന്നില്ലേ എന്നതാണ് അവരുടെ ആ നിലപാടെടുക്കാനുള്ള അവരുടെ പ്രചോദനം. പക്ഷേ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് പിണറായി വിജയനോളം ദ്വാരമുണ്ടാക്കിയ, കേടുപാടുകൾ ഉണ്ടാക്കിയ മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.